ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിഡറേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസിഡറേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. എന്താണ് കൺസിഡറേഷൻ, എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡറേഷനിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഓക്കെ, today we are going to discuss the essentials of a valid consideration. A consideration to become valid, it should have some essentials. That kind of essentials are discussed here. Okay, so today we are going to discuss the essentials of a valid consideration. Okay, valid ആയിട്ടുള്ള ഒരു കൺസിഡറേഷന് എന്തെല്ലാം എസെൻഷ്യൽ ഫാക്ടേഴ്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so first one, consideration must be moved at the desire of the promisor. Okay, listen, promisee, contract promisee എന്ന് പറയുന്ന വ്യക്തി promiser എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നത്. സംതിങ് ഇൻ റിട്ടേൺ ഇൻ വാല്യൂ കൊടുക്കുന്നത് promisee ആണ്. കൊടുക്കുന്നത് ആർക്കാണ്? promiser എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഓഫർ വെക്കുന്ന വ്യക്തിയാണ് ആര്? promiser, offerer. so ഓഫറുടെ ഡിസയർ, ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം, ഓഫറുടെ ആഗ്രഹം നിറവേറ്റുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഓഫറുടെ പ്രോമിസറുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട്, ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം കൺസിഡറേഷൻ കൊടുത്തിരിക്കേണ്ടത്. The consideration must move at the desire, ആഗ്രഹം of the promiser, പ്രോമിസറുടെ ആഗ്രഹത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം കൺസിഡറേഷൻ നൽകേണ്ടത്. Okay, second one, consideration may move from promisee or any other person. Consideration may move from promisee or any other person. ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ കൊടുക്കുന്നത് ഒന്നുകിൽ promisee ആകാം, promisee ആ കരാർ ഏർപ്പെടുന്ന വ്യക്തിയാകാം, or any other person, മറ്റേതൊരു വ്യക്തിയുമാവാം, a stranger, ആ കരാറുമായി ബന്ധപ്പെട്ട ഒരു അപരിചിതനുമാവാം. ഓക്കെ, ആ കരാറിൽ അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രേഞ്ചർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു അപരിചിതനും എന്ത് ചെയ്യാൻ സാധിക്കും, കൺസിഡറേഷൻ കൊടുക്കാൻ സാധിക്കും. കൺസിഡറേഷൻ പ്രോമിസി ആണ് കൊടുക്കേണ്ടത്. ഇനി പ്രോമിസി അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാം? എനി അതർ പേഴ്സൺ, മറ്റേതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, കൺസിഡറേഷൻ കൊടുക്കുവാൻ സാധിക്കും. എനി അതർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ ആണ്. ഓക്കെ, സ്ട്രേഞ്ചർ. ഓക്കെ, സ്ട്രേഞ്ചർ എന്ന അപരിചിതൻ. ആ കരാറുമായി ബന്ധപ്പെട്ട് അപരിചിതനായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൺസിഡറേഷൻ കൊടുക്കാൻ സാധിക്കും. പ്രോമിസിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കാം. he has get any benefit from that promise. ആ പ്രോമിസിൽ നിന്നും, ആ കരാറിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് ആ സ്ട്രേഞ്ചർക്ക്, ആ അപരിചിതന് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കരാറിൽ കൺസിഡറേഷൻ കൊടുക്കാം. ഓക്കെ, തേർഡ് വൺ, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, കഴിഞ്ഞു പോയതായിരിക്കാം, പ്രസന്റ് നിലവിലുള്ളതായിരിക്കാം, ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ളതായിരിക്കാം. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കഴിഞ്ഞു പോയതായിരിക്കാം, ഒന്നെങ്കിൽ നിലവിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിലുള്ളതായിരിക്കാം. പാസ്റ്റ് ആയിരിക്കാം, പ്രസന്റ് ആയിരിക്കാം, ഫ്യൂച്ചർ ആയിരിക്കാം. ഓക്കെ, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഓക്കെ, ഫസ്റ്റ് വൺ, പാസ്റ്റ് കൺസിഡറേഷൻ. പാസ്റ്റ് എന്താ? കഴിഞ്ഞു പോയത്. അതായത് കരാറിൽ ഏർപ്പെടുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പ്രോമിസിൽ ഏർപ്പെടുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോമിസിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, ആ കരാർ പ്രകാരം അല്ലെങ്കിൽ ആ പ്രോമിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നു. അതൊക്കെ നേരത്തെ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റ് ആണ്, കഴിഞ്ഞതാണ്. നേരത്തെ പ്രോമിസിൽ ഏർപ്പെടുന്നതിന് മുന്നേ, ഒരു കരാറിൽ, ഒരു വാഗ്ദാനത്തിൽ ഏർപ്പെടുന്ന മുന്നേ തന്നെ ആ പ്രവൃത്തിയുമായി അല്ലെങ്കിൽ ആ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ത് ചെയ്തിരിക്കുന്നു, ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മുന്നേ, ഒരുപാട് മുന്നേ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, പ്രസന്റ് കൺസിഡറേഷൻ. പ്രസന്റ് ഓർ എക്സിക്യൂട്ടഡ്. ഓക്കെ, അതായത് സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത്. ഓക്കെ, സൈമൾട്ടേനിയസ്ലി ചെയ്തു കൊടുക്കുന്നു. അതായത് ഇപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളോട് അമ്മ പറയാനുള്ളത്
നീ പോയി കടയിൽ പോയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകാന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ ആ സാധനം എന്ത് ചെയ്യുന്നു, വാങ്ങി കൊണ്ടുപോകുന്നു. അതാണ് സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് പ്രോമിസ് വെക്കുന്നു ഒരാൾ, ആ പ്രോമിസിൽ എന്ത് ചെയ്യുന്നു, അയാൾ കൺസിഡറേഷൻ എന്ത് ചെയ്യുന്നു, പ്രോമിസ് വെക്കുന്നതും പ്രോമിസി അതിന് കൺസിഡറേഷൻ കൊടുക്കുന്നതും ഒരേ സമയത്താണ്. സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത്. ഓക്കെ, അതാണ് എക്സിക്യൂട്ടഡ്, പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ചെയ്തു തീർക്കുന്നു. പിന്നെ ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി, ഓക്കെ, ഫ്യൂച്ചർ ഭാവിയിലുള്ളത്, എക്സിക്യൂട്ടറി ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൺസിഡറേഷൻ കൊടുക്കാനുള്ളതാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. കൺസിഡറേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഭാവിയിൽ എന്തെങ്കിലും അതിന് കൺസിഡറേഷൻ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, മൂന്ന് തരത്തിലുള്ളത്. പാസ്റ്റ് എന്ന് വെച്ചാൽ നേരത്തെ ആ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞു, പ്രോമിസ് വെക്കുന്നതിന് മുന്നേ തന്നെ. പ്രസന്റ് എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, പ്രോമിസ് കൊടുക്കുന്നു, പ്രോമിസ് എന്ത് ചെയ്യുന്നു, കൺസിഡറേഷൻ കൊടുക്കുന്നു. അതുപോലെ ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രവൃത്തി ഇതുവരെ ചെയ്തിട്ടില്ല, കൺസിഡറേഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഫോർത്ത് വൺ, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ആഡിക്വേറ്റ് എന്നാൽ മതിയാവോളം അല്ലെങ്കിൽ ആവശ്യത്തിന്. ഓക്കെ, എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ മതിയാവോളം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും ഒന്ന് കൺസിഡറേഷനായി പകരമായി കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒന്ന്, ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ ഒരു ചെറിയൊരു പ്രവൃത്തി ചെയ്ത് കൊടുത്താൽ തന്നെ കൺസിഡറേഷൻ ആയി. ഓക്കെ, അതായത് ആഡിക്വേറ്റ്, മതിയാവോളം എന്നില്ല, ആവശ്യത്തിന് ഉണ്ടായിക്കോളണം എന്ന് നിർബന്ധമില്ല കൺസിഡറേഷൻ. എന്ത് കൊടുത്താൽ മതി? പ്രോമിസി കൺസിഡറേഷൻ കൊടുത്താൽ മതി. ഇൻ എനി കേസ് എന്തെങ്കിലും എവിഡൻസ്, പ്രോമിസർ എന്തെങ്കിലും എവിഡൻസ് കൊണ്ടുവരികയാണെങ്കിൽ, തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ സമയത്ത് മാത്രം എന്ത് ചെയ്യണം? ആഡിക്വേറ്റ് ആയിരിക്കണം, ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ആ കൺസിഡറേഷൻ എന്താണോ തിരിച്ചു കൊടുക്കുന്നത് അത് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷണറി. ഇല്യൂഷണറി ആകരുത്, റിയൽ ആയിരിക്കണം, യഥാർത്ഥത്തിലുള്ളതായിരിക്കണം കൺസിഡറേഷൻ. ഓക്കെ, ഇമാജിനറി ആവരുത്, ഇല്യൂഷണറി ആവരുത്, അൺസർട്ടൈൻ ആവരുത്, അനിശ്ചിതമാവരുത്. സർട്ടൈൻ ആയിരിക്കണം, നിശ്ചയമായിട്ടുള്ളതായിരിക്കണം, നിശ്ചിതമായിട്ടുള്ളതായിരിക്കണം. അൺസർട്ടൈൻ ആവരുത്, അനിശ്ചിതമായതാവരുത്, ഇല്യൂഷണറി, ഭാവനാത്മകമായ കാര്യങ്ങളൊന്നും ആവരുത്. ഓക്കെ, റിയൽ ആയിരിക്കണം, യഥാർത്ഥത്തിലുള്ളതായിരിക്കണം കൺസിഡറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ലോഫുൾ ആയിരിക്കണം. ലോഫുൾ ആവാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺട്രാക്ടിന്റെ, എഗ്രിമെന്റിന്റെ ഒക്കെ ഇത് നമ്മൾ പഠിച്ച സമയത്ത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഫുൾ കൺസിഡറേഷൻ ദാറ്റ് മീൻസ് എവരി കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ പ്രോമിസർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, നിയമപരമായിരിക്കണം. ഓക്കെ, ലോഫുൾ ആയിരിക്കണം, അല്ലാതെ എന്തെങ്കിലും നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, എനി ആക്ഷൻ പ്രൊഹിബിറ്റഡ് ബൈ ലോ, എന്തെങ്കിലും കാര്യത്തെ നിയമത്താൽ വിരോധിക്കപ്പെട്ടിട്ടുള്ളത്, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ആരോഗ്യത്തിന് ഹാനികരമായ കാര്യങ്ങൾ, രാജ്യസുരക്ഷയ്ക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ, ആരെങ്കിലും മാനസികമായോ ശാരീരികമായോ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, ഇവയൊന്നും എന്തല്ല, ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ അല്ല. ഓക്കെ, ഇതൊന്നും ലോഫുൾ കൺസിഡറേഷൻ അല്ല. കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ നിയമത്തിന് അധീനതയുള്ളതായിരിക്കണം, നിയമത്തിന്റെ സാധുതയുള്ളതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, it must be something which the promiser is not already bound to do. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന എന്തെങ്കിലും ശരിയൊരു കാര്യം, സംതിങ് which the promiser is not already bound to do. നിലവിൽ പ്രോമിസർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കൊടുക്കേണ്ട, നിർവഹിക്കേണ്ട, അയാളുടെ കടമയായിട്ടുള്ള ഒരു പ്രവൃത്തി ആവരുത് കൺസിഡറേഷൻ ആയിട്ട്
കൺസിഡറേഷൻ പ്രോമിസർ നേരത്തെ ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാവരുത്. പ്രോമിസർ നിലവിൽ ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു കാര്യമാവരുത് പ്രോമിസർക്ക് കൊടുക്കേണ്ടത്. അതായത് എന്ത് ചെയ്യുന്നു, വാഹനം ഒരു എക്സാമ്പിൾ, പ്രോമിസി എന്ത് ചെയ്യുന്നു, വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ പ്രോമിസറുടെ വാഹനം ഓടിക്കാനാണ് എന്ത് ചെയ്ത് കൺസിഡറേഷൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. പ്രോമിസർക്ക് ഓൾറെഡി എന്താണ് അയാളുടെ വാഹനം ഓടിക്കാനുണ്ട്. അപ്പോൾ അതെന്തല്ല, പുതിയൊരു കൺസിഡറേഷൻ അല്ല. ഓക്കെ, അങ്ങനെ. അപ്പോൾ പ്രോമിസർ ഓൾറെഡി ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു കാര്യമാവരുത് എന്ത് ചെയ്യാം, ഇത് ഉള്ളവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, പ്രോമിസർക്ക് ചെയ്യാൻ സാധിക്കാത്ത, പ്രോമിസർ നിലവിൽ ചെയ്യാൻ കടമപ്പെട്ടിട്ടില്ലാത്ത കാര്യമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. These are the essentials of valid consideration. First one, consideration must be moved at the desire of the promisor. പ്രോമിസറുടെ ഉദ്ദേശം താല്പര്യത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം പ്രോമിസർക്ക് പ്രോമിസിയിൽ നിന്നും കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പ്രോമിസിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ പ്രോമിസർക്ക് എന്ത് ചെയ്യാം, കൺസിഡറേഷൻ പോവാം. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. കൺസിഡറേഷൻ ഒരു പക്ഷേ പാസ്റ്റ് കഴിഞ്ഞതായിരിക്കാം, പ്രസന്റ് നിലവിലുള്ളതായിരിക്കാം, അതുപോലെ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ളതായിരിക്കാം. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ പ്രോമിസിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ ആ പ്രോമിസുമായി ബന്ധപ്പെട്ട കാര്യത്തെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പ്രസന്റ് ഓർ എക്സിക്യൂട്ടഡ്, ദാറ്റ് മീൻസ് സൈമൾട്ടേനിയസ്ലി ഒരാൾ പ്രോമിസ് കൊടുക്കുന്നു, അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കൺസിഡറേഷൻ കൊടുക്കുന്നു. ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി, ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടോ, ഇല്ല, കൊടുക്കാനുള്ളതാണ്. ഓക്കെ, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ എന്തിന്റെ ആവശ്യമില്ല, ആവശ്യത്തിന് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്, ആവശ്യത്തിന് ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അത് എന്തെങ്കിലും നമ്മൾ ഒരു കൺസിഡറേഷൻ ആയി കൊടുത്താൽ മതി. ഇൻ കേസ് ഓഫ് എനി എവിഡൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രോമിസർ, എന്തെങ്കിലും ഒരു തെളിവ് പ്രോമിസർ കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും, അത് ആഡിക്വേറ്റ് ആവും. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ, നോട്ട് ഇല്യൂഷനറി. ഓക്കെ, ഭാവനാത്മകമായത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങളാവരുത് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. കൺസിഡറേഷൻ എപ്പോഴും എന്തായിരിക്കണം, യഥാർത്ഥത്തിലുള്ളതായിരിക്കണം, യാഥാർത്ഥ്യത്തിലുള്ളതായിരിക്കണം. കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ നിയമത്തിന് സാധുതയുള്ളതായിരിക്കണം, നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുള്ളതായിരിക്കണം. അല്ലാതെ നിയമത്താൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതോ പൊതുജനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നതോ ആരോഗ്യ സാമ്പത്തികമായ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമൊന്നും ആവരുത്. ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് ഓൾറെഡി wanted to. പ്രോമിസർ നിലവിൽ ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു പ്രവൃത്തിയാവരുത് പ്രോമിസ് ചെയ്യേണ്ടത്, കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കിയത്. കൺസിഡറേഷൻ എന്താണെന്ന് നോക്കി, അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള കൺസിഡറേഷൻ ഉണ്ട്, ഏതെല്ലാം രീതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, എന്താ പറഞ്ഞത്, അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഇത് ഏകദേശം 7 പോയിന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.